ഹായ്. അപ്പോഴേ ഇങ്ങനത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ടോ, എങ്ങനെയുണ്ട്? അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് ഞാനിന്ന് കോളേജിൽ പോവാണ്. ലാസ്റ്റ് പോക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ടി സി ഒക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ എല്ലാവരെയും കൂടെ ഒരുമിച്ച് എപ്പോൾ കാണുന്നൊന്നും അറിയില്ല. ക്ലാസ്സിൽ പഠിച്ചവരെ ടീച്ചേഴ്സിനെ കാണാനും അല്ലാതെ മറ്റാവശ്യങ്ങൾക്കൊക്കെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കോളേജിൽ കയറാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ എന്തായാലും കൂട്ടുകാരെയൊക്കെ ലാസ്റ്റ് കാണാനായിട്ട് പോവാണ് ഒരുമിച്ച്. ഇനിയിപ്പോൾ ശരിയാ, കോൺവെക്കേഷൻ ഉണ്ട് ഞങ്ങൾക്ക്. ഡിഗ്രിയിൽ കോൺവെക്കേഷൻ വരുന്നുണ്ട്, അപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ടി സി വാങ്ങാനായിട്ട് ഇനി കാണാൻ പോവാണ് എന്തായാലും. അപ്പോൾ കുറച്ച് ഗുമ്മായിക്കോട്ടെ എന്ന് വിചാരിച്ച്. എങ്ങനെയുണ്ട് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പോകാൻ നേരത്ത് കാണാം. അപ്പോൾ നമ്മൾ കോളേജിലെത്തി. നേരെ അങ്ങോട്ട് പോയി നമുക്ക് ടി സി വാങ്ങാം. ടി സി മേടിച്ചിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകാം. അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണാമല്ലോ. ഉണ്ടാ പിന്നെ പറ്റുവാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് പോകണമെന്നുണ്ട്. സ്പെഷ്യൽ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട്. സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാമല്ലോ. അവിടെ എൻ്റെ കോളേജ് ഐ ഡി കോഡ് കൊടുക്കാൻ പോവാ. കഴിഞ്ഞു. അങ്ങനെ ടി സി കിട്ടി. ബാക്കിയുള്ളത് സി സി ഉണ്ട്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ മാർക്ക് ലിസ്റ്റ് വാങ്ങണം. പിന്നെ +2 സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വാങ്ങണം. പോർഷൻ ഡെപ്പോസിറ്റ് മെറിറ്റ് കിട്ടിയുണ്ട്, അതൊക്കെ വാങ്ങാനുണ്ട്. ഒറിജിനൽ എന്താ? ഓ അത് ശരി. ഇത്രേ ഉള്ളൂ. ഇപ്പം എല്ലാവരും കഴിക്കാൻ പോയി കാണോ? സ്പെഷ്യൽ എംപ്ലോയ്മെൻറ്റ് കഴിക്കാൻ പോയോന്നറിയില്ല. കഴിക്കാൻ പോയോ? തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്താ മഴ. ഇപ്പം കുറഞ്ഞു, വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അല്ലേ? വരുന്ന വഴിക്ക് മഴയുണ്ടായിരുന്നു. വീഡിയോ ക്യാമറ ഓപ്പൺ ആക്കിയപ്പോൾ മഴ കുറഞ്ഞു. ഇങ്ങോട്ട് മഴ കുറവാണ്. മഴക്കാലം എന്നുണ്ടെന്ന കാര്യം, മഴ അങ്ങനെ പെയ്യുന്നില്ലല്ലേ? എവിടെ? ശരിയാ. പക്ഷേ കൊച്ചിയിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വെയിലിന് ഭയങ്കര ചൂടാണ്. വയനാട്ടിൽ അങ്ങനെ ഇല്ലായിരുന്നു. വയനാട്ടിൽ ഭയങ്കര തണുപ്പല്ലായിരുന്നു. അന്തരീക്ഷം തണുപ്പായിരുന്നു. ഇവിടുത്തെ അന്തരീക്ഷം ചൂടല്ലേ? ഇവിടെ നമുക്ക് ഇന്നലെ രാത്രിയൊക്കെ ചോറ് എടുക്കുമല്ലായിരുന്നോ? അവിടെ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും നല്ല സുഖമാണ്. കമ്പിളിയൊക്കെ പൊതിച്ച് കിടന്നു. അങ്ങനെ കൽപ്പറ്റ പോയപ്പോ അമ്മയ്ക്ക് വേണ്ടി ചെറിയ തണുത്ത കറ്റിച്ചപ്പോ അന്നേരം സെറ്റ് ഇടുമല്ലോ. അപ്പോൾ അതെ, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ കാണാം. അങ്ങനെ 3 വർഷത്തെ ഡിഗ്രി ലൈഫ് തീർന്നു. ഇനി ഒരു ജോലിയൊക്കെ നോക്കണം. അത് സൈഡിൽ കൂടെ നോക്കുന്നുണ്ട്. PG പോകാമെന്ന് ആദ്യം വിചാരിച്ചു, പക്ഷേ പിന്നെ വിചാരിച്ചു വേണ്ട, ഒരു ജോലിക്ക് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അതാണ് മനസ്സിലുള്ളൊരു പ്ലാൻ. അപ്പോൾ നാളെ രാവിലെ എണീറ്റ് പോകണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് നാളെ രാവിലെ എണീറ്റ് പോകണം. അപ്പോൾ എന്തായാലും
മാർക്ക് ലിസ്റ്റിൽ അത്യാവശ്യം നല്ല മാർക്കുണ്ട്. അങ്ങനെ അത് വയനാട്ടിലുള്ളപ്പോൾ വന്നതാണ്. പക്ഷേ അന്ന് നമ്മൾ ഇത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അറിയാമല്ലോ, ഈ സഭയുടെ സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നാൾ ഇന്നാക്റ്റീവ് ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വീണ്ടും ട്രാക്കിലേക്ക് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്ന് നിങ്ങളാരെയും അറിയിക്കാതിരുന്നത്. അത് ഇതുപോലെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ശരി, നമുക്ക് നാളെ കാണാം. തരാ.